എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഡിസംബർ 21. രക്ഷകന്റെ പിറവി എന്ന കാത്തിരിപ്പിന് വിരാമമിടാൻ ഇനി വെറും 4 ദിവസങ്ങൾ മാത്രം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം അവന്റെ മേലുണ്ട്. ദൈവം കോപിക്കുമെന്നു. ദൈവം സ്നേഹമാണ് എന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം കാണുന്നു. ദൈവം കോപിക്കുന്നു എന്ന് ക്രിയാരൂപത്തിൽ ഒരിടത്തും പറയുന്നില്ല. അതുകൊണ്ട് ഇവിടെ ദൈവകോപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവൃത്തിയല്ല, പ്രത്യുത ദൈവസ്നേഹം അനുഭവപ്പെടാത്ത മനുഷ്യന്റെ ഒരു സ്ഥിതിവിശേഷമാണ്. ഒന്നുകൂടെ പറയാം, ദൈവകോപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവൃത്തിയല്ല, പ്രത്യുത ദൈവസ്നേഹം അനുഭവപ്പെടാത്ത മനുഷ്യന്റെ ഒരു സ്ഥിതിവിശേഷമാണ്. ദൈവസ്നേഹം ഒരു വ്യക്തിക്ക് അനുഭവിക്കണമെങ്കിൽ ആ വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ടിയിരിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നതാണ് ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏകമാർഗം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ നമുക്ക് തീവ്രമായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും.